welcome back to my YouTube channel. This is me making my own Mondos part 4. സോ നിങ്ങൾ ഇത്രയും ദിവസം എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ എൻ്റെ സ്വന്തം ഒരു മഡോസ് ഉണ്ടാക്കുകയാണ്. ഇന്ന് നമ്മുടെ ഫെൻസിങ് ഏകദേശം പകുതിയോളം തീർത്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ അതിൻ്റെ ബാലൻസ് തീർക്കാൻ വേണ്ടി പോവുകയാണേ. നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കുറേ യൂണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഗൈസ് നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാം, ഫുള്ള് പച്ചപ്പും ഹരിതാപമൊക്കെ അല്ലേ. സോ നമ്മുടെ ഇവിടെ കുറേ വൈൽഡ് പിഗ്സ് ഉണ്ട്, വൈൽഡ് ബോർസ് ഉണ്ട്, അതുപോലെ കേഴാന്ന് നമ്മളിവിടെ വിളിക്കുന്ന ഒരു പ്രത്യേക ഇനത്തിലുള്ള കാട്ടാടുകളുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു കാട്ടാട് നമ്മുടെ ഇങ്ങനെ ക്രോസ് ചെയ്തു പോയി. അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത്ര ക്ലിയർ ഒന്നും അല്ല. കാട്ടാടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര കണ്ണിങ്ങാണ്. അതുപോലെ തന്നെ അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കും പരിസരം. എന്തെങ്കിലും ഒരു കാര്യം റോങ് ആണെങ്കിൽ സ്പോട്ടിൽ അവർ പെട്ടെന്ന് സ്ഥലം വിടും. സോ എനിക്ക് വളരെ കുഞ്ഞൊരു ചെറിയ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഐ ഷോ യു ഗൈസ്. അടിപൊളിയായിട്ട് ഞാൻ പ്രതീക്ഷിച്ച കാലം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് പല പല ഡിസൈൻ ചെയ്യാം. അതെല്ലാം നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യം കേട്ടോ. പക്ഷെ എന്നാ പൊളിയൊന്നും നോക്കിക്കേ. ഓട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സ്ട്രോങ് കാല് വേണം. ഒരു സെക്കൻഡ് ഒരു അരയടി ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വേലി ഉണ്ടാക്കുന്നത്. ഞാൻ എടുത്ത് പറഞ്ഞില്ലായിരുന്നു. നമ്മളിങ്ങനെ മുള ഇങ്ങനെ പല പല പീസുകളായിട്ട് മുറിച്ചെടുക്കും. അപ്പോൾ എന്തോ അവിടെ നിന്നിട്ട് ഇവിടെ നമ്മളൊരു മുള സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നീളം നമ്മൾ ഓൾറെഡി എടുക്കുക. അങ്ങനെ രണ്ടെണ്ണം വേണം. നമുക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് ഒരു തൂണും കൂടെ കൊടുക്കണേ, നല്ല ബലം കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ അവിടെ ചെയ്തേക്കുന്നത് ക്രിസ് ക്രോസ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അപ്പോഴത്തെ ഒരു അവൈലബിലിറ്റി അനുസരിച്ച് ഓരോ ഡിസൈനും ഓരോ അളവിലാട്ടോ നമുക്ക്. ഗൈസ് നിങ്ങൾക്ക് എന്താണെന്നറിയോ, ഇത് നമ്മുടെ നാട്ടിലൊക്കെ കുറേ ഇങ്ങനെ കാട്ടിലൊക്കെ കടന്ന് ഒരു പഴമാട്ടോ. എന്താ സാധനം ഒന്നും അറിയത്തില്ല, പക്ഷേ നല്ല മധുരം. അതുകൊണ്ട് ഞാൻ കഴിക്കാറുണ്ട്. ഇത് പപ്പാപ്പ് ഇടുന്ന മാങ്ങാച്ചാറായിരിക്കും. ഇത് കണ്ടിട്ട് ഇവര് സ്വന്തം ഇട്ടേക്കുന്നതാണ്. പെട്ടെന്ന് ഇടുന്നുണ്ട്, വേവിച്ചൊന്നുമല്ല, പച്ച മാങ്ങ അങ്ങനെ എടുക്കാൻ കൊള്ളാവൂ. ഇരുന്ന കൊള്ളില്ല, കൂടിയല്ല 2 ദിവസം കിട്ടും. നമ്മളിപ്പോൾ 3ാമത്തെ ബാങ്കിലാണ് കയറുന്നത്. ആദ്യമേ നമ്മളിവിടെ വന്നായിരുന്നു കേട്ടോ. വന്നിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീണിട്ട് അപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി അന്നേക്ക് വരണേ. ഭയങ്കര ചൂടാണ്. എൻ്റെ പിന്നെ ഹെൽമെറ്റ് ഒന്ന് വെച്ച് എൻ്റെ ഉള്ളിൽ ഇരിക്കാമെന്ന് പറഞ്ഞ് വിചാരിക്കുന്നത്. അത്രയും ചൂടാണ് എൻ്റെ ഉള്ളിൽ. ഹായ് ഗൈസ്, ഫൈനലി നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുറേ പരിപാടികളുണ്ടായിരുന്നു. 3 ബാങ്കിൽ കയറി ഇറങ്ങിയിട്ടാണ് വന്നത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ചോറിനാൻ പോവുക, അത് ഇത് അങ്ങനെയൊക്കെ കുറേ താമസിച്ചു. എനിവേ നമ്മളിപ്പോൾ വന്നു. നമ്മുടെ ഫെൻസിങ് ഏകദേശം ഒരു ഫിനിഷിങ് ആയ പോലെയാണുള്ളത്. നമുക്കതിൻ്റെ ഇപ്പോൾ പോയിട്ട് നോക്കാം കേട്ടോ. നമ്മൾ വന്ന് കുറച്ച് ലേറ്റായിപ്പോയി. നമ്മുടെ ചേട്ടന്മാരുടെ അടുത്ത് നിൽക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയല്ലോ, അവർക്ക് കുറേ കാര്യങ്ങളൊന്നും ചെയ്യാനുണ്ട്. സോ അവർ ഓൾറെഡി പോയി. ഇതൊക്കെ നമുക്ക് തന്നെ പോവാം, എന്നിട്ട് അവിടെ പോയി നോക്കാം. പിന്നെ നമുക്ക് നമ്മുടെ പുല്ലിന് വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ. സോ ഇന്ന് കുറേ പരിപാടികളുണ്ടായിരുന്നു. ഇന്നൊരു ഹെക്ടിക് ഡേ ആയിരുന്നു. എനിവേ
നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ സോറി, ഇന്നലെ എനിക്ക് വീഡിയോ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു, നമ്മൾ അടിമാലി പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ എനിക്ക് ഭയങ്കര തലവേദന വന്നു. ഞാൻ അതിന് മുന്നേ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ വെയിലടിച്ച് പോയിട്ടുണ്ടെങ്കിൽ തലവേദന വരുമെന്നും കണ്ണിന് ചുറ്റും ഭയങ്കരമായിട്ട് ഇങ്ങനെ നീറാന്ന് പറഞ്ഞാൽ എരിയുന്ന പോലെ ഒരു ഫീൽ തോന്നും. പിന്നെ ഇവിടെ ഫുള്ള് ഭയങ്കര തലവേദനയായിരുന്നു. തലയുടെ ഉള്ളിലല്ല, ശരിക്കും നെറ്റിയുടെ ഇവിടെ ഫുള്ള്. അതുകൊണ്ട് എനിക്കൊന്നും ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാട്ടോ ഇന്നലെ എനിക്ക് വീഡിയോയുടെ കണ്ടിന്യൂഷൻ കാട്ടാതിരുന്നത്. സോ ഇന്ന് നമ്മൾ ഡേ 2 ആട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ഡയറക്റ്റ് ഏലക്കാട്ടിലേക്ക് പോവാണേ. ഞാൻ നിങ്ങളെ ഒരു സംഭവം കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്താണെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏലവാണ്. സോ ഏലക്ക എങ്ങനെയാണ് പറിച്ചെടുക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതൊരു വലിയ ഹോൾ പ്രോസസ്സാണ്. പിന്നെ അത്യാവശ്യം നല്ല ടാലൻ്റുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാനും പറ്റത്തുള്ളൂ. അതെ അതെ ഗൈസ്, നിങ്ങൾ ഏലക്ക കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഏലക്ക കൃഷി ചെയ്യാത്ത ആൾക്കാർക്ക് ഇതിൻ്റെ റോ ആയിട്ടുള്ള ഇതിൻ്റെ പച്ചയുടെ ടേസ്റ്റ് ഒന്നും അറിയത്തില്ല. സാധാരണ നിങ്ങളെല്ലാവരും ഉണങ്ങിയ ഏലക്കയാണല്ലോ കിട്ടുന്നത്. ഏലക്കയുടെ ഉള്ളിൽ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. പഴമല്ല, പഴം എടുക്കും. സോറി, ദിസ് ഈസ് ഏലക്ക പോലും അറിയില്ല. ഇതെല്ലാം കേടാണല്ലോ. നല്ല പഴുത്തത് നോക്കിയെടുക്കും. ഫൈനലി ഗസ്, ഇതാണ് നല്ല പഴുത്ത ഏലക്ക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കറുത്ത കളറിലുള്ള സീഡായിരിക്കും. ഇത് നല്ല സ്വീറ്റാണ്, അതുപോലെ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, നല്ല ഫ്ലേവറാണിത്. സോ ഇത് നമ്മൾ റോ ആയിട്ട് പച്ചക്ക് അങ്ങനെ തിന്നുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. പണ്ട് കാലത്ത് പറയും രക്തം വെള്ളമായി പോകുമെന്നൊക്കെ പറയും. ഇതിന് പുറകിലുള്ള സയൻറ്റിഫിക് കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് റോ ആയിട്ട് തിന്നാൻ കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ പോയിട്ട് ഫ്ലേവർ മാത്രമാവും. അതാണ് നിങ്ങളുടെയൊക്കെ കയ്യിലെത്തുന്നത് കേട്ടോ. സോ ഗൈസ്, ഇവിടെ ഇലക്കെടുത്ത് ഏകദേശം തീരാറായിട്ടുണ്ട്. ടിപ്പുവിന് ആസ് യൂഷ്വൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ടിപ്പു ഓക്കെ ആണെന്ന്. എഗെയിൻ ടിപ്പു ആ സെയിം സിറ്റുവേഷൻ കൂടെ തന്നെ പോവാം. എനിക്കറിയത്തില്ല ടിപ്പുവിന് എന്ത് മരുന്നാണ് കൊടുക്കണതെന്ന് അറിയത്തില്ല. ടിപ്പുവിന് ഈസ് നോട്ട് ഓക്കെ. ഈ 2-3 ഡേയ്സത്തേക്ക് ടിപ്പുവിന് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. എന്താണ് ഇവൻ്റെ പ്രശ്നം എന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവനാണെങ്കിൽ നമ്മളൊരു നന്നായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല ഫുഡ് കൊടുക്കുള്ളൂ അവന്. അതായത് മോശമായ ഫുഡുകളൊന്നും തന്നെ അവന് കൊടുക്കാറില്ല. പിന്നെ എന്താണ് ഇവൻ്റെ വയറ്റിൽ എന്താണ് സീനെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഒരു ഫോറിൻ പാർട്ടിക്കിൾ അവൻ്റെ വയറ്റിൽ കിടപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമെന്നാണ് വെയിറ്റ് പറഞ്ഞത്. പക്ഷെ ഓരോ ഐഡിയ ഇല്ല എന്തായിരിക്കും എന്ന്. വി ഷുഡ് സി. അപ്പോൾ ഹായ് ഗൈസ്, നമ്മൾ ഇപ്പോൾ 3 മണിയായിട്ടോ നമ്മൾ കയറി വരുവാണേ. ഇതാട്ടോ ഏലക്ക. ഞാൻ ചുമ്മാ നമ്മുടെ ഇൻസ്റ്റയ്ക്ക് വേണ്ടിയിട്ട് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് ചുമ്മാ എടുത്തുകൊണ്ടിരുന്നതാണ് ഈ ഏലക്ക. ഓൾമോസ്റ്റ് ഇവിടുത്തെ ഏലത്തിൻ്റെ എല്ലാം തന്നെ കായ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു സീസണാണ് ഏലക്ക എന്ന് പറഞ്ഞൊരു സീസണാട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 2 വർഷം കൂടുമ്പോൾ 2 വർഷം നട്ടിട്ട് 2 വർഷമായി കഴിയുമ്പോൾ ഏലക്ക ഉണ്ടാകും. പിന്നെ 40 ദിവസം കൂടുമ്പോൾ നമുക്ക് ഏലക്ക എടുക്കാം. അങ്ങനെയാണ് ഏലക്കയുടെ ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ് ഇത് ചെയ്യാൻ. നല്ല രീതിയിൽ പരിചരണം വേണം, നല്ല രീതിയിൽ വെള്ളവും വേണം. അതുപോലെ കഷ്ടപ്പെടുന്നതിന് നമുക്ക് നല്ല രീതിയിൽ ഔട്ട്പുട്ട് തരുന്നൊരു വിള കൂടി കേട്ടോ ഏലം എന്ന് പറയുന്നത്. ഹലോ കൊച്ചുമോൻ. കൊച്ചുമോൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? കൊടുവില്ലമ്മേ. കൊച്ചുമോൻ കാണിക്കുന്ന പരിപാടി നോക്കിക്കേ. സോ ഗൈസ്, നമ്മൾ 2 ദിവസത്തിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഫെൻസിങ് എന്തായെന്ന്. ഏകദേശം ഒരു കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച ഒരു ഷേപ്പിൽ അത് എത്തണം. സോ അതിന് കുറച്ച് ദിവസങ്ങളെടുക്കും. ഇതാട്ടോ നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു ഡയമണ്ട് രീതിയിലുള്ള ആ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഫെൻസിങ്ങിന് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. സോ ഇത് ഇങ്ങനെ ഇവിടെ തൊട്ട് ഇനി ഫുൾ അത് തന്നെ ചെയ്യേണ്ടി വരും. ഒരു 1 ഡേ കൂടെ മതിയായിരിക്കും. അതിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് തീരും കേട്ടോ. സോ ഇത്രയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ പുല്ലെന്ന് പറഞ്ഞത് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പുല്ല്. കുഴപ്പമില്ലാതെ അത്യാവശ്യം നൈസായിട്ടുണ്ട്, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്.
പിന്നെ 2 ദിവസമായിട്ട് രാവിലെ 2 ദിവസമായിട്ട് വൈകിട്ട് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. സോ പുല്ലിന് നല്ല വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓരോട് പറയുകയാണെങ്കിൽ ഇത്രയാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ 6 o'clock ആയല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് വല്ല കാര്യമായിട്ടൊന്നും ഇനി ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്ന് നമ്മൾ കുറച്ച് ബിസി ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിന്ന് വ്ലോഗ് ചെയ്യാൻ പറ്റാതിരുന്നത്. 2 ദിവസമായിട്ട് നമുക്ക് വ്ലോഗും ഇല്ലായിരുന്നു. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. കൂടുതലായിട്ട് എന്തായാലും പുതുതായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നിങ്ങളൊന്ന് കാണിച്ചു തരാതിരുന്നത് കേട്ടോ.